നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടും. കഴിഞ്ഞ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയതിനാൽ പദ്ധതി തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തീരുമാനമെടുക്കാൻ 4-അംഗ മന്ത്രിസഭാ ഉപസമിതി. PM ശ്രീ ഫണ്ടിൽ നിന്നും ₹1 പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്നും തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ജൂൺ 30 വരെ വൈകിട്ട് 6 മണി മുതൽ 12 വരെ നിയന്ത്രണമെന്ന് KSEB. മഴ ലഭ്യതയിൽ വൻ കുറവെന്നും ഉൽപാദനത്തെ ബാധിച്ചെന്നും വിശദീകരണം. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയെ ED ചോദ്യം ചെയ്യുന്നു. CMRലുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വ്യക്തത വരുത്തും. കൊച്ചി ED ഓഫീസ് കനത്ത സുരക്ഷയിൽ. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ സംസ്ഥാന സർക്കാർ. പ്രതിരോധത്തിന് 3 ദിവസം ഡ്രൈ ഡേ. സ്കൂളുകളിലും ഓഫീസുകളിലും ശുചീകരണം നടത്തണമെന്ന് ആരോഗ്യമന്ത്രി. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ചു മരണം 5. ഇന്ന് മരിച്ചത് കരിമ്പുഴ സ്വദേശി വള്ളിക്കാട്ടിൽ ജിജോ മോഹൻ. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ച അല്പസമയത്തിനകം. ഇന്ത്യയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ താരിഫും ഉൾപ്പെടെ ചർച്ചയാകും. ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിലെ ആശങ്ക ട്രംപിനെ അറിയിക്കും. ലോകകപ്പിൽ അർജന്റീനയ്ക്ക് ജയത്തുടക്കം. അൾജീരിയയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. മെസ്സിക്ക് ഹാട്രിക്. പോർച്ചുഗൽ കോങ്കോ മത്സരം രാത്രി 10:30 മുതൽ. വാർത്തകൾ സമഗ്രമായി നോക്കാം. PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറില്ല. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയതിനാൽ പദ്ധതി തുടരാൻ UDF സർക്കാർ നിർബന്ധിതരാണെന്ന് മുഖ്യമന്ത്രി. കരിക്കുലം തീരുമാനിക്കാനും സ്കൂളുകളെ തിരഞ്ഞെടുക്കാനുമുള്ള അധികാരം സംസ്ഥാനത്തിന് നൽകണമെന്ന കരാറിൽ വ്യവസ്ഥ വയ്ക്കും. ഇക്കാര്യത്തിൽ കേന്ദ്രത്തോട് ഇളവുകൾ തേടാൻ 4-അംഗ മന്ത്രിസഭ ഉപസമിതിയെ നിശ്ചയിച്ചു. എന്നാൽ PM ശ്രീ ഫണ്ടിൽ നിന്നും ₹1 പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്നും തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നതായും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ PM ശ്രീക്കെതിരെ പ്രതിഷേധിച്ചവർ അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി തുടരാൻ തീരുമാനിച്ചു. മുൻ സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് കരാർ ഒപ്പിട്ടതിനാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ലെന്നാണ് UDF സർക്കാർ വാദിക്കുന്നത്. കേരളം PM ശ്രീയുടെ ഭാഗമാകുകയും അതിന്റെ തുടർച്ചയായി SSK ഫണ്ട് 99 കോടിയോളം വാങ്ങുകയും ചെയ്തതിനാൽ പദ്ധതി തുടരാൻ സർക്കാർ നിർബന്ധിതരാണ് എന്ന് മുഖ്യമന്ത്രി. കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. എന്നാൽ ആശയപരമായി പദ്ധതിയോടുള്ള എതിർപ്പുകളിൽ 1 കരിക്കുലം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനത്തിനാണ്. 2 പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതും സംസ്ഥാനമാണ്. ഇത് രണ്ടും കേന്ദ്രം അംഗീകരിച്ച് കരാറിൽ ഇളവ് വരുത്തണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2 സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതിനായി മന്ത്രിമാരായ N ഷംസുദ്ദീൻ, റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നീ 4-അംഗ മന്ത്രിസഭ ഉപസമിതിയെ തീരുമാനിച്ചു. ഉപസമിതി റിപ്പോർട്ടിന് ശേഷമാകും തുടർ നടപടിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം PM ശ്രീ ഫണ്ട് വാങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീയുടെ പേരിൽ ₹1 പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്നും തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും മുൻ മന്ത്രി പറഞ്ഞു. അതേസമയം PM ശ്രീ നടപ്പാക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേരളം ഇന്നേ വരെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ പദ്ധതി നടപ്പാക്കാനാകില്ലെന്ന് പറഞ്ഞ് കത്തയച്ചതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി വാദിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയ പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്തെ വനിതകൾ ഉത്സവ പ്രതീതിയോടെ ഏറ്റെടുത്തെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സൗജന്യ യാത്രാ പദ്ധതി നിലവിലുണ്ടെങ്കിലും പണം നൽകി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് നിലവിൽ അത്തരത്തിലൊരു സംവിധാനമില്ലെന്നും സൗജന്യ യാത്ര ആഗ്രഹിക്കാത്തവർ ഓർഡിനറി ബസ്സുകൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഓർഡിനറി ബസ്സുകൾ സിറ്റി ബസ് ഫാസ്റ്റാക്കിയെന്ന ആക്ഷേപവും മന്ത്രി തള്ളി.
സ്ത്രീകൾക്കുള്ള സൗകര്യം സ്ത്രീകൾ അനുഭവിക്കുക, അങ്ങനെ അവർക്ക് അത്രയും വിഷമമുണ്ടെങ്കിൽ അവരതിൽ കയറാതിരിക്കുക. പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി ഒരു ദിവസത്തെ യാത്രാ സബ്സിഡിയായി 2.46 കോടി രൂപയാണ് സർക്കാർ KSRTCക്ക് നൽകേണ്ടത്. കോർപ്പറേഷൻ തിരിച്ചടവുകളിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നും അതിനായി കൃത്യമായ ധനസമാഹരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസം മാത്രം ഓർഡിനറി ബസ്സുകളിൽ 11.84 ലക്ഷം സ്ത്രീകളാണ് സൗജന്യമായി യാത്ര ചെയ്തത്. ലാഭമുണ്ടാക്കാനായി ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കി അവയെ ഉയർന്ന നിരക്കുള്ള സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രതിപക്ഷ സംഘടനയുടെ ആക്ഷേപം മന്ത്രി തള്ളി. ഒരു ഓർഡിനറി പോലും ഞങ്ങൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. 384 സിറ്റി ഫാസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരൊറ്റ ഓർഡിനറിയെ പോലും ഞങ്ങൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. ഒന്ന്. എന്നാൽ ഇതിനകം 2 സിറ്റി ഫാസ്റ്റുകളെ ഓർഡിനറി ആക്കാൻ തീരുമാനിച്ചു. വിമർശനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു. KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ് ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. ഗ്രേസ് കളയാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു വിപ്ലവകരമായ പദ്ധതിയുടെ ഗ്രേസ് കളയാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം. സ്വകാര്യ ബസ് വ്യവസായവുമായി യാതൊരു യുദ്ധപ്രഖ്യാപനത്തിനും സംസ്ഥാന സർക്കാർ തയ്യാറല്ലെന്നും KSRTCയെ ജനകീയമാക്കുക മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വൈദ്യുതി ലഭ്യതയിൽ വൻ കുറവ് മൂലം ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം. വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. വൈദ്യുതി ലഭ്യതയിൽ 900 മെഗാവാട്ടിന്റെ കുറവുണ്ടായതായും KSEB അറിയിച്ചു. എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതോടെ രാജ്യത്താകമാനം ലഭിക്കേണ്ട വൈദ്യുതിയിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 4900 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. ഇത് കാരണം ഇന്നലെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതായും ഉണ്ടായിരുന്നു. പുറമെ നിന്നും വൈദ്യുതി വാങ്ങാൻ സംസ്ഥാനം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വേനൽക്കാലത്ത് ഇത്തരത്തിൽ വാങ്ങിയ വൈദ്യുതി വിഹിതം തിരികെ നൽകേണ്ടതിനാൽ ഇവിടെ വൈദ്യുതി നിയന്ത്രണം അത്യാവശ്യമായി വന്നിരിക്കുകയാണ് എന്നാണ് KSEB വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 21 മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമാണ്. കോഴിക്കോട് കൊയിലാണ്ടി പന്തലായിനി കാട്ടുവയലിൽ ഇടിമിന്നലിൽ വീട് തകർന്നു. നാഗപ്രഭയിൽ നാഗരാജന്റെ വീടിന്റെ ഒരു ഭാഗമാണ് ഇടിമിന്നൽ തകർത്തത്. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് അപകടം. വീടിന്റെ വരാന്തയോട് ചേർന്ന ഭാഗത്തെ മതിലും ടൈലുകളും പൂർണ്ണമായും പൊട്ടിത്തെറിച്ചു. അപകട സമയത്ത് വീട്ടിലെ കുട്ടി വരാന്തയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ വീടിന്റെ വയറിങ് പൂർണ്ണമായും കത്തിനശിച്ചു. ഫ്രിഡ്ജ്, TV ഉൾപ്പെടെയുള്ള വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചു. തൃശൂരിൽ കനത്ത മഴയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. പാണഞ്ചേരി സ്വദേശി ബിജുവിന്റെ വീടിന് മുകളിലേക്കാണ് വൻമരം കടപുഴകി വീണത്. വീടിന്റെ ഒരു ഭാഗത്ത് നാശനഷ്ടമുണ്ടായി. ഇന്ന് പുലർച്ചെ ആയിരുന്നു സംഭവം. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 5-ാം മരണം. ഡെങ്കിപ്പനി ബാധിച്ച് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹൻ മരിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് 3ാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 62-കാരി മരിച്ചിരുന്നു. ജൂൺ 13-നാണ് പട്ടാമ്പി സ്വദേശിനിയായ 73-കാരി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ മാസം ഡെങ്കിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചിരുന്നു. ജില്ലയിൽ നിലവിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഈ മാസം ചികിത്സ തേടിയത് 543 പേരാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മണ്ണാർക്കാട് മേഖലയിലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ജില്ലാ ആരോഗ്യ വകുപ്പ് അറിയിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളാണ് ഡ്രൈ ഡേ ആചരിക്കുക. മന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിനായി വിളിച്ചു ചേർത്ത് ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും യോഗത്തിലാണ് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കാനാണ് നിർദ്ദേശം. ഷിഗല്ല ഉൾപ്പെടെയുള്ള മറ്റ് പകർച്ചവ്യാധികൾ തടയുന്നതിനൊപ്പം ഡെങ്കിപ്പനി പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി.
പുതുമുഖ MLA-മാരെ നിയമസഭാ ചട്ടങ്ങൾ പരിശീലിപ്പിക്കുന്ന ഓറിയന്റേഷൻ പരിപാടിക്ക് തുടക്കമായി ആദ്യമായി സഭയിലെത്തുന്ന അംഗങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. UDF-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള സഭയിൽ ഭൂരിഭാഗം ക്ലാസുകളും നയിക്കുന്നത് മുൻ LDF സർക്കാരിലെ മന്ത്രിമാരാണ് എന്നത് ശ്രദ്ധേയമാണ്. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സഭയിൽ പുതുമുഖങ്ങൾക്കാണ് കേവല ഭൂരിപക്ഷം. ആദ്യമായി സഭയിലെത്തിയത് 71 MLA-മാർ. അതുകൊണ്ട് തന്നെ ആശയക്കുഴപ്പവും ചട്ടം തെറ്റിക്കലും പതിവ് കാഴ്ചകളായിരുന്നു. തുടങ്ങിപ്പോയത് പുതിയ മെമ്പറാണ്. അദ്ദേഹം ഇതൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ അടിമുടി ആശയക്കുഴപ്പത്തിലെന്ന് MLA-മാർ സമ്മതിക്കുന്നുണ്ട്. പിന്നാലെയാണ് നിയമസഭ എന്ത് എങ്ങനെയെന്ന് വിശദമായി പഠിപ്പിക്കാൻ സ്പീക്കർ തീരുമാനിച്ചത്. ക്ലാസ്സിൽ അച്ചടക്കമുള്ള വിദ്യാർത്ഥികളാണ് MLA-മാർ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ചട്ടം പഠിപ്പിക്കുന്നവരുടെ പട്ടികയിൽ മുൻ മന്ത്രിമാരുമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ LDF സർക്കാരിൽ മന്ത്രിമാരായിരുന്ന KK ശൈലജ, P രാജീവ്, VS സുനിൽകുമാർ, MB രാജേഷ് എന്നിവരുടെ സെഷനുകളാണ് പരിശീലന പരിപാടികളുള്ളത്. മന്ത്രി CP ജോണിന്റെയും N ജയരാജന്റെയും ക്ലാസുകളും MLA-മാർക്കായി ഉണ്ടാകും. മുഖ്യമന്ത്രി VD സതീശൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ അസൈൻമെൻറ്റാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ശ്രദ്ധയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ആരും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളെ ഫോക്കസിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാക്കാൻ ഒക്കെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് നമുക്കിത്. പുതിയ MLA-മാർക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഉപദേശം ഇങ്ങനെ: ഇപ്പോൾ പഠിക്കാനുള്ള ത്വര സ്ഥിരമായി ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. നിയമസഭ ഒരു സംശയവുമില്ല ഒരു ജനാധിപത്യ വേദിയാണ്. സ്വാഭാവികമായും ഇത്തരം വേദികളിൽ രാഷ്ട്രീയം വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ വിഷയങ്ങളെ രാഷ്ട്രീയമായി കാണാനും ആ രീതിയിൽ അവതരിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയിലുള്ള സാന്നിധ്യമാണ്. സഭയിൽ പാലിക്കേണ്ട അച്ചടക്കം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് 2 ദിവസത്തെ പരിപാടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED ചോദ്യം ചെയ്യുന്നു. കൊച്ചി ED ഓഫീസിൽ രാവിലെ 10:30-ഓടെയാണ് വീണ ഹാജരായത്. മുൻ മന്ത്രിയും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമൊപ്പമാണ് വീണ എത്തിയത്. CMR-ലുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ED ചോദിച്ചറിയുന്നത്. വീണയോട് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് സാവകാശം തേടുകയായിരുന്നു. രാവിലെ 10:30-ഓടുകൂടിയാണ് വീണ EDക്ക് മുൻപിൽ ഹാജരാകുന്നത്. ഏകദേശം 8 മണിക്കൂർ പിന്നിടുകയാണ് EDയുടെ മുന്നിൽ വീണ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ട് 8 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും കിരൺ ഉണ്ട്. കിരൺ, 8 മണിക്കൂർ പിന്നിടുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണിപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? പൂർത്തിയായിട്ടുണ്ടോ ചോദ്യം ചെയ്യൽ? ഒപ്പം വരും ദിവസങ്ങളിൽ അറസ്റ്റിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ടോ കിരൺ? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അസുഖികളാലും അറസ്റ്റൊന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഉടനെ വീണ പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഇവരുടെ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റു നടപടികളാണ് ഇതിൽ പേപ്പർ ചെയ്യുന്ന അത്തരത്തിലുള്ള നടപടികൾ മാത്രമാണ് ഇനി പുരോഗമിക്കാനുള്ളത്. ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തുകൊണ്ടിരിക്കാതെ വീണ പുറത്തേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. കാര്യം വീണ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റു മാധ്യമങ്ങളെ അടക്കം ഒഴിവാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള സുരക്ഷ അത് പോലീസ് ഉത്തരപ്പെട്ട വിദ്യാർത്ഥികൾക്കും CSFും അടക്കം ഈ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി സജ്ജമായിട്ടുണ്ട്. ഏതായാലും ഇവരുടെ ചോദ്യം ചെയ്യൽ 8 മണിക്കൂറോളം നീണ്ടുവരുന്ന ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ CMRL ഒപ്പം തന്നെ വീണ വിജയന്റെ എക്സാലോജിക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ. ശരി, വിവരങ്ങളാണ് കിരൺ നൽകിയത്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ED ചോദ്യം ചെയ്യുകയായിരുന്നു. 8 മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ കൊച്ചി ED ഓഫീസിൽ 10:30-ഓടെയാണ് വീണ ഹാജരാകുന്നത്. മുൻമന്ത്രിയും ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത് എന്നതാണ്. എന്തായാലും ED കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കിരണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിന് ശേഷമൊക്കെ വീണ മാധ്യമങ്ങളെ കാണും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് വരാം. മറ്റു വാർത്തയിലേക്ക്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നന്ദി പറയുന്നത് വടകരയിലെ ജനങ്ങളോടാണെന്ന് ഷാഫി പറമ്പിൽ എം പി. CPM വർഗീയ പോയിസൺ ആവാൻ പാടില്ലായിരുന്നുവെന്നും CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു. കാഫിർ കേസിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ജനങ്ങൾ കള്ളത്തെ തിരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയതാണ്. ജനങ്ങൾക്ക് നന്ദി. പേരാമ്പ്രയിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല എന്നും ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. എനിക്ക് ആദ്യം അതിനകത്ത് നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ്. എനിക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ളത് അവരുടെ രാഷ്ട്രീയ ബോധത്തോടാണ്. ഇതിപ്പോൾ വർഷം 2 കഴിഞ്ഞു. 2 അന്വേഷണ സംഘങ്ങൾ വരേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു ഭരണകൂടം തന്നെ മാറേണ്ടി വന്നു. പോലീസ് നിഷ്പക്ഷമായി ഇടപെടേണ്ടി വന്നു. ഇടയ്ക്ക് കോടതി പോലീസിൻ്റെ ചെവി പിടിക്കേണ്ടി വന്നു. പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഇത്തരം ശ്രമങ്ങൾ തുടർന്നപ്പോൾ പേരാമ്പ്രയിലും നാദാപുരത്തും വടകരയിലും കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും 5 ഇടങ്ങളിലും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ വിധി എഴുതിയ വടകരയിലെ ജനത, കോഴിക്കോട്ടെ ജനത, കേരളത്തിൽ ഇത് തിരിച്ചറിഞ്ഞ ജനത, അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കാണ് ആദരവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുന്നത്. അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. അതേസമയം വിഷയത്തിൽ കരുതലോടെ പ്രതികരിക്കാനാണ് CPIM നേതൃത്വത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. പാലാ നഗരസഭയിലെ വിവാദങ്ങൾക്ക് വിരാമം. കൊട്ടാരമറ്റത്തെ വിവാദ ഓട്ടോ സ്റ്റാൻഡ് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റാൻ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. അതേസമയം ഭരണപക്ഷത്തുള്ള 6 അംഗങ്ങൾ അവിശ്വാസം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ചെയർപേഴ്സൺ തൽസ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു. പാലാ കൊട്ടാരമറ്റത്ത് പൂഞ്ഞാർ ഏറ്റുമാനൂർ ഹൈവേയുടെ വശത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് പാലാ നഗരസഭ ഭരണമുന്നണിയിൽ ഭിന്നത രൂപപ്പെട്ടത്. ഈ വിഷയത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം ചേർന്ന നഗരസഭാ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. മുൻപ് ഓട്ടോ സ്റ്റാൻഡ് മാറ്റത്തെ എതിർത്തിരുന്നവർ കൂടി യോജിച്ചതോടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇനി മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പാർക്കിംഗ് ഏരിയയിൽ തന്നെ തുടരും. ഓട്ടോ സ്റ്റാൻഡ് അനധികൃതമായി മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏരിയയിലേക്ക് മാറ്റിയതിനെതിരെ നഗരസഭാ സെക്രട്ടറി ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നും അനുകൂല വിധി എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പുതിയ കൗൺസിൽ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് കൗൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയിരുന്നത്. കൗൺസിൽ തീരുമാനം അറിയിച്ച ഉടൻ തന്നെ ചെയർപേഴ്സണും ഭരണപക്ഷ കൗൺസിലർമാരും ഹാൾ വിട്ട് പുറത്തുപോയി. എന്നാൽ തങ്ങളെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ഭരണപക്ഷത്തുള്ളവർ തന്നെ പരസ്പരം പരാതികൾ ഉന്നയിക്കുകയും ചെയർപേഴ്സണിൽ വിശ്വാസമില്ലെന്ന് കാട്ടി ഭരണപക്ഷത്തെ 6 കൗൺസിലർമാർ കത്ത് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ചെയർപേഴ്സണ് തൽസ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ 12 പേര് നിൽക്കുന്നു. 5 പേര് 6 പേര് ചെയർപേഴ്സണിൽ വിശ്വാസമില്ല എന്ന് എഴുതി തന്നു. ഞങ്ങളല്ല, നിങ്ങളാ പുറത്തു വിട്ടത്. അതിൻ്റെ അഞ്ഞു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ അവിടെ വിശ്വാസം ഉണ്ടോ? നിങ്ങൾ മനസ്സിലാക്കി. ആ വിശ്വാസമില്ലാഞ്ഞിട്ട് ചെയർപേഴ്സൺ മനഃപൂർവ്വം 10 ദിവസം ഈ മുനിസിപ്പൽ കൗൺസിൽ വിളിച്ച് നോട്ടീസ് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ കൗൺസിൽ തീരുമാനമെടുത്തതിന് ശേഷം, അതിനുശേഷം ഉയർന്ന വക്കീലന്മാരെ കൊണ്ട് സെക്രട്ടറിയെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ചെയർപേഴ്സൺ തന്നെ അവർക്കെതിരെ ഒരു പരിവൃത്തി കുളവാക്കിയതിന് ശേഷം ഇപ്പോൾ രക്ഷകനായിട്ട് വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെയർപേഴ്സൺ ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനൊപ്പം. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കോൺഗ്രസ് നേതൃത്വം ശക്തമായി ഇടപെട്ടതോടെയാണ് നഗരസഭയിലെ പ്രശ്നത്തിന് പരിഹാരമായത്. ഭരണമുന്നണി അംഗങ്ങൾ പരസ്പരം കൊടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുമെന്നും നിലവിലെ ഉപാധ്യക്ഷ രാജിവെക്കുന്ന ഒഴിവിലേക്ക് കോൺഗ്രസ് കൗൺസിലറെ ഉപാധ്യക്ഷയാക്കും എന്നുമാണ് ഭരണമുന്നണിയിലെ ധാരണ. അമൃത ന്യൂസ്, കോട്ടയം. പാലക്കാട് കഞ്ചിക്കോട് IIT ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കവർച്ച ലക്ഷ്യമിട്ടാണ് പ്രതി ആക്രമണം നടത്തിയത് എന്നതാണ് വിവരം. കൊൽക്കത്ത സ്വദേശിയായ സുമനെ പിടികൂടിയത് 3.5 മാസത്തെ അന്വേഷണത്തിന് ഒടുവിലാണ്. ഫെബ്രുവരി 23 രാത്രി 7:50ഓടെയാണ് ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സേലം സ്വദേശി അശ്വിനിയെ പ്രതി തലയ്ക്കടിച്ചു വീഴ്ത്തിയത്. കവർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ട പ്രതി IIT ക്യാമ്പസിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ശേഷം നടക്കാനിറങ്ങിയ വിദ്യാർത്ഥിനി അശ്വിനിയെ ആക്രമിക്കുകയായിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരത്തടി വെച്ചാണ് തലയ്ക്കടിച്ചത്. കവർച്ചാശ്രമത്തിനിടയിൽ വിദ്യാർത്ഥിനി നിലവിളിച്ചതോടെ കവർച്ചാശ്രമം ഉപേക്ഷിച്ച പ്രതി തൊഴിലാളികളുടെ ക്യാമ്പിലേക്ക് ഓടി രക്ഷപ്പെട്ടു. റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതെന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതിയുമായി IIT ക്യാമ്പസിൽ ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. വിദ്യാർത്ഥിനിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ കവർച്ച ചെയ്യുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫസ്റ്റ് ഇന്ററോഗേഷൻ പ്രൈമ ഫേസി
മോട്ടീവാണ്, റോബറി പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇനിയും ഞങ്ങൾ ഇയാൾക്ക് ചോദ്യം ചെയ്യാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ അതുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി 3 മാസം ചികിത്സയിലായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു എന്നറിയാൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അമൃത ന്യൂസ്, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ്സിൽ കുട്ടികളെ കയറ്റാതെ പോയ സംഭവത്തിൽ പ്രതികരണവുമായി കുട്ടികൾ. ബസ്സിനെതിരെ നടപടി വേണ്ട എന്ന് കുട്ടികൾ പറഞ്ഞു. തങ്ങൾക്ക് പരിഗണന നൽകിയാൽ മതിയെന്നും കുട്ടികൾ പറയുന്നു. പല ബസ്സുകാരും വേർതിരിവ് കാണിക്കാറുണ്ടെന്നും കുട്ടികൾ ആരോപിച്ചു. മോർണിംഗും ഈവനിങ്ങും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈവനിങ് 5 മണിക്കാണ് വിടാറ്. അപ്പോൾ 5:05 ആ ബസ് അവിടെ നിന്ന് വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ബസ്സിൽ കയറാൻ ചോദിച്ചപ്പോൾ ആൾ തടഞ്ഞു, കയറാൻ സമ്മതിച്ചില്ല. ബസ് സ്റ്റാർട്ട് ചെയ്ത് കയറാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ആൾ കയറാൻ സമ്മതിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞത് ഞങ്ങൾ SSLC ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ എത്രയും വേഗം എത്തിയാൽ മതി. എന്നിട്ട് അതുതന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ബസ്സിൽ ആൾക്കാർക്ക് വഴക്കുണ്ടാക്കണമെന്നോ അങ്ങനെ ഒരു ഇതല്ല. പിന്നെ കണ്ടക്ടർമാരാണെങ്കിൽ ST കാശാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിഭാഗം കണ്ടക്ടർമാർക്കും ഈ വിദ്യാർത്ഥികളോട് ഒരു വേർതിരിവുണ്ട്. അപ്പോൾ ഈ വേർതിരിവില്ലാതെ ഞങ്ങൾക്ക് സമാധാനത്തോടെ വീട്ടിലെത്തിയാൽ മതി. ഇങ്ങനെ വേർതിരിവില്ലാതെ എല്ലാവർക്കും നൽകുന്ന പരിഗണന പോലെ ഞങ്ങൾക്ക് നൽകിയിട്ട് നമുക്ക് വീട്ടിലെത്തിയാൽ മതി എന്ന് മാത്രമാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ബസ്സിനെതിരെ കർശനമായ നടപടി എടുക്കണമെന്നൊന്നുമില്ല. ബസ് ഓണർ, ബസ് കണ്ടക്ടർ ഇയാൾക്കെതിരെ വലിയ നിയമമൊന്നും സ്വീകരിക്കേണ്ടതാണ് എൻ്റെ റിക്വസ്റ്റ്. ബന്ദിപ്പൂർ രാത്രി യാത്രാ നിരോധനത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MK രാഘവൻ MP. വനത്തിലൂടെ മേൽപ്പാലം എന്ന ആശയമാണ് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത്. പരിസ്ഥിതി സംബന്ധിച്ച വിഷയങ്ങളിൽ കർണാടക എതിർപ്പ് അറിയിക്കില്ല എന്നാണ് വിശ്വാസമെന്നും MP പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാറിനെ സന്ദർശിച്ചിരുന്നു. സന്ദർശിച്ചപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അദ്ദേഹം ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. 2010 മുതലാണ് ഈ നൈറ്റ് ട്രാഫിക് ബാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ് എലിവേറ്റഡ് ഈ കോറിഡോറാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. ഇത് മധ്യപ്രദേശിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്കീം കൂടിയാണ്, ഫോറസ്റ്റിന് നടുവിൽ കൂടി. അപ്പോൾ വൈൽഡ് ലൈഫിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും സംസാരിച്ച് അതിൽ കാലതാമസമില്ലാതെ ഒരു തീരുമാനം കൈക്കൊള്ളും എന്നാണ് എന്നോട് ഇന്നലെ പറഞ്ഞത്. നിർബന്ധമായും ഈ പ്രോജക്റ്റ് നടപ്പിലാക്കും. ഇറാനുമായി സമാധാന കരാറിലെത്തിയ അമേരിക്കൻ നടപടിയെ അഭിനന്ദിച്ച് G7 രാഷ്ട്രങ്ങൾ. പാരീസിൽ തുടരുന്ന G7 ഉച്ചകോടിക്കിടയിലാണ് അംഗരാഷ്ട്രങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദനം അറിയിച്ചത്. ശക്തമായ കരാറാണ് ഉണ്ടാക്കിയതെന്നും മറുപടി നൽകിയ ട്രംപ് പക്ഷേ ഇറാൻ മര്യാദകൾ ലംഘിച്ചാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ഉച്ചയ്ക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ ടെക്നോളജിക്കൽ മേധാവികളുമായും CEOമാരുമായും ചർച്ച തുടരുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും അപകടങ്ങളുമാണ് ഉച്ചകോടിയിലെ പ്രധാന അജണ്ട. G7 വേദിയിൽ മോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗഹൃദം പങ്കുവച്ചു. 16 മാസങ്ങൾക്ക് ശേഷമാണ് ഇരു നേതാക്കളും മുഖാമുഖം കാണുന്നത്. ട്രംപുമായി മോദി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറും ചർച്ചയാകും. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമൂസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഇടം പിടിക്കും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന, പശ്ചിമേഷ്യൻ വിഷയങ്ങളും അജണ്ടയിലുണ്ട്. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും പ്രതിസന്ധി. ഉദ്ധവ് പക്ഷത്തുള്ള 6 MPമാർ ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന് NDAയുടെ ഭാഗമാകും. മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിലാണ് ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ നീക്കം. MPമാരെ പണം നൽകി സ്വാധീനിച്ചതാണെന്ന് MP സഞ്ജയ് റൌത്ത് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ശിവസേന വീണ്ടും പിളർത്തിക്കൊണ്ടാണ് MPമാരുടെ നീക്കം. ഉദ്ധവ് പക്ഷത്തുള്ള 6-ൽ കൂടുതൽ MPമാർ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ചേരും. ഡൽഹിയിലെത്തിയ MPമാർ ഉടനെ സ്പീക്കറെ കണ്ട് കത്ത് നൽകാനാണ് തീരുമാനം. ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ശിവസേന ഉദ്ധവ് പക്ഷ MPമാരുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് രാജിവെച്ചു പോകാമെന്ന് ഉദ്ധവ് വിഭാഗത്തിലെ മുതിർന്ന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. MPമാരെ BJPയും ഏക്നാഥ് ഷിൻഡെയും പണം നൽകി സ്വാധീനിച്ചതാണെന്നും MPമാർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് തയ്യാറാക്കിയെന്നും സഞ്ജയ് റൌത്ത് ആരോപിച്ചു. पैसा पहुंच गया ऐसा मुझे इन्फॉर्मेशन है और बाद में चार्टर फ्लाइट में बैठे. पहले पैसा हाथ में दे दो, वो पैसा लिया है लोगों ने, और बाद में चार्टर फ्लाइट दिया. नांदेड़ से, पुणे से, 3 जगह से चार्टर फ्लाइट छोड़े. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ആകെ 9 ലോക്സഭാ MPമാരാണുള്ളത്.
ഓപ്പറേഷൻ ടൈഗർ എന്ന പേരിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ നീക്കത്തിലൂടെ 2/3 ഭൂരിപക്ഷം എംപിമാരും മാറുന്നതോടെ കൂറുമാറ്റ നിരോധന നിയമവും ബാധകമാകില്ല. തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാർക്കൊപ്പം ഉദ്ധവ് വിഭാഗം എംപിമാർ കൂടി എത്തുന്നതോടെ പാർലമെന്റിൽ BJP നേതൃത്വം നൽകുന്ന NDA കൂടുതൽ ശക്തമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഒരു ഷിഗല്ല മരണം കൂടി. മലപ്പുറത്താണ് മരണം. 12 ഷിഗല്ല കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിദിന ഡെങ്കി കേസുകളുടെ എണ്ണം 100 കടന്നു. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനിയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കരുത് എന്നതാണ് നിർദ്ദേശം. ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധനകൾ സ്കൂളിൽ നടത്തും. വിവരങ്ങൾ നൽകാൻ അൺഫിൽറ്റ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അൺഫിൽറ്റ്, പനിക്കിടക്കയിലാണ് സംസ്ഥാനം എന്നുള്ളതാണ് ഷിഗല്ല മരണം. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഒപ്പം ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശവുമുണ്ടല്ലോ. തീർച്ചയായും സംസ്ഥാനത്ത് പകർച്ചവ്യാധികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ പനി ബാധിച്ചു കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പകർച്ചപ്പനി ബാധിച്ചു 12,191 പേർക്ക് പനി സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ മാത്രമുള്ള കണക്കുകളാണ്. അതായത് ഒരു ദിവസത്തെ കണക്കാണ്. 12,191 പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട്. അതിൽ ഡെങ്കിപ്പനി ബാധിച്ചവർ സ്ഥിരീകരിച്ചത് അതായത് ഇന്ന് മാത്രം ഡെങ്കിപ്പനി 105 പേർക്കാണ്. ഈ മാസം സംസ്ഥാനത്ത് ഡെങ്കി ബാധിച്ച് 3 പേരാണ് മരിച്ചിട്ടുള്ളത്. എലിപ്പനി മാത്രം ഇന്ന് മാത്രമായി എലിപ്പനി 19 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാസം എലിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചിട്ടുണ്ട്. അത് ഒരു മാസത്തെ കണക്കാണ്. മഞ്ഞപ്പിത്തവും മഞ്ഞപ്പിത്തം ബാധിച്ച സ്ഥിരീകരിച്ചത് 25. അതായത് ഈ പകർച്ചവ്യാധികൾ, ഈ മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികളെ ഡെങ്കി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ഇതൊക്കെ വലിയ രീതിയിൽ ഒരു പ്രതിദിന കണക്കുകളിൽ വലിയ രീതിയിലുള്ള വർധനം ഉണ്ടാകുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഷിഗല്ല ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്താണ് ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഈ ഒരു ദിവസം 12 ഷിഗല്ല കേസുകൾ കൂടി അധികമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ നമുക്കറിയാം ആരോഗ്യവകുപ്പിന്റെ വാർത്താക്കുറിപ്പിലൂടെ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കൊതുകുകളുടെ ഉറവിട നശീകരണം കാര്യക്ഷമമാക്കാനാണ്. ഈ ഡെങ്കിപ്പനിയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അതോടൊപ്പം തന്നെ എലിപ്പനി. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചകളിൽ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങൾ ഡ്രൈ ഡേ ആചരിക്കാനും ഒക്കെ ആരോഗ്യവകുപ്പ് കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച ഈ രീതിയിലാണ് വീടുകളിലും ഡ്രൈ ഡേ ഉറപ്പാക്കണമെന്നൊക്കെ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നത് പനി വലിയ രീതിയിൽ ഉയരുന്നതിനാൽ, പനി വ്യാപനം വലിയ രീതിയിലാകുന്നതിനാൽ പനിയുള്ള കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കേണ്ടതില്ല എന്ന് കൃത്യമായ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുകയാണ്. അതോടൊപ്പം കാരണം സ്കൂളുകളിലാണ് ഈ ഷിഗല്ലയൊക്കെ നമുക്കറിയാം വയനാട്, കോഴിക്കോടൊക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്കൂളിലെ വെള്ളവും കിണർ വെള്ളവും ഒക്കെ ആയിരുന്നു സംശയത്തിന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയും സ്കൂളുകളിൽ കുട്ടികൾക്ക് പനിയുടെ ലക്ഷണങ്ങളുള്ള കുട്ടികളെ കഴിവതും സ്കൂളുകളിൽ വരരുത്, സ്കൂളുകളിൽ അയക്കരുത് എന്നുള്ള നിർദ്ദേശമായി തന്നെ അത് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ഫുഡ് ഇൻസ്പെക്ടർമാരുടെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്കൂളുകളെ പരിശോധന നടത്താനുള്ള കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും പകർച്ചവ്യാധി വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. നിപ്പ, ഷിഗല്ലയ്ക്ക് പുറമെ ഡെങ്കിപ്പനിയും എലിപ്പനിയും വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. അശ്വതി. ശരി അൺഫിൽറ്റ്, സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ്. ഒരു ഷിഗല്ല മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്താണ് മരണം. 12 ഷിഗല്ല കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഒപ്പം പ്രതിദിന ഡെങ്കി കേസുകളുടെ എണ്ണം 100 കടന്നിരിക്കുകയാണ്. മഞ്ഞപ്പിത്തവും സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഒപ്പം എലിപ്പനിയും പടരുന്നു. ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും അൺഫിൽറ്റ് ഡിസൂസ നൽകിയത്. മറ്റു വാർത്തകൾ. എറണാകുളത്ത് ബസ് അപകടത്തിൽ വസ്ത്രം കീറിയ സ്ത്രീകൾക്ക് മുണ്ട് അഴിച്ചു നൽകി യുവാവ്. തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. ചായ വിൽപ്പന നടത്തുന്ന MR ഷാജിയാണ് മുണ്ട് അഴിച്ചു നൽകിയത്. ബസ്സിനടിയിൽപ്പെട്ട യുവതി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ചോറ്റാനിക്കര സ്വദേശിയായ സ്ത്രീയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പാർട്ട്നേഴ്സ് മീറ്റും നോൾട്ട ഗ്ലോ ആൻഡ് ഗ്ലിറ്റർ അവാർഡ് നൈറ്റും കൊച്ചിയിൽ നടന്നു. കട അലങ്കരിക്കൂ, സമ്മാനം നേടൂ മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലക്കി ഡ്രോ വിജയിക്കുള്ള മാരുതി S പ്രസോ കാർ ചടങ്ങിൽ കൈമാറി. നോൾട്ട റീറ്റെയിൽ വിതരണക്കാരായ 700-ലധികം വരുന്ന വ്യാപാരികൾ പരിപാടികൾ പങ്കെടുത്തു. ഫെഡറൽ ബാങ്ക് ചെയർമാനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുൻ MD-യുമായ ഏലിയാസ് ജോർജ് മുഖ്യാതിഥിയായി. ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സൂക്ഷിച്ചാൽ എത്ര പ്രതിസന്ധി വന്നാലും അവർ കൈവിടില്ല എന്നതിന് തെളിവാണ്
കൊട്ടാരം ഗ്രൂപ്പ് എന്ന് ഏലിയാസ് ജോർജ് പറഞ്ഞു. നോൾട്ട MD ആന്റണി തോമസ് കൊട്ടാരത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. റീറ്റെയിൽ മേഖല പ്രശ്നം നേരിടുന്നതുകൊണ്ട് സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതാണ്ട് 400ഓളം വ്യാപാര സുഹൃത്തുക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്ര വിപുലമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ കൂടെ വിജയമായി ഞാൻ കണക്കാക്കി. ഞങ്ങളെ ഇങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് അത് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആണ് എന്ന് അഭിമാനത്തോടും അതിലുപരി സന്തോഷത്തോടും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 39 വർഷമായി നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തവരാണ്. ഇനിയും നമ്മൾ ഒത്തിരി യാത്ര ചെയ്യാൻ മുന്നോട്ടുണ്ട്. നോ അതർ ഓൾട്ടർനേറ്റീവ്, ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ആ ഒരു സെൻറ്റൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് നോൾട്ട എന്നുള്ള വാക്ക്. അതിൽ നിന്ന് മനസ്സിലായി മിസ്റ്റർ ആൻ്റണിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ബിസിനസ് ജീനിയസ് എന്താണെന്ന്. ബിക്കോസ് വളരെ നമ്മൾ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ബ്രാൻഡ് ഉണ്ടാക്കാനായിട്ട് ബ്രാൻഡിങ് ഏജൻസിക്ക് കൊടുക്കും. അവർ ഒരുപാട് പ്രസൻറ്റേഷൻസ് ഒക്കെ നടത്തി പല ഇതൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് ഭയങ്കരമായിട്ട് ചാർജും ചെയ്യും. ഇതൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നോൾട്ട എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചതിന് വളരെ വൈകിയാണെങ്കിലും അഭിനന്ദിക്കണം. നോൾട്ട ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു ടച്ച് ഓഫ് ജീനിയസ് ഉണ്ടെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഇതും കണ്ടു, നോൾട്ട നിങ്ങളുടെ അടുക്കള ഒരു കൊട്ടാരമാക്കുമെന്ന്. അതും അതിനകത്ത് തിരികെ ചേർത്തിട്ടുണ്ട് മിസ്റ്റർ ആൻ്റണി. അപ്പോൾ ആ ഒരു ജീനിയസ് അവിടെ ഞാൻ കാണുന്നുണ്ട്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിൽ അൾജീരിയക്കെതിരെ അർജന്റീനയ്ക്ക് മിന്നും ജയം. മെസ്സിയുടെ ഹാട്രിക്കിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ജയം. ഈ ലോകകപ്പിലെ ആദ്യ ഹാട്രിക്കാണ് ഇത്. കാൻസസ് സിറ്റി സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കി ഇത്തവണ തുടക്കം ഹാട്രിക്കോടെ. അർജന്റീനയുടെ ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയ്ക്ക് പിന്നാലെ ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ അർജന്റീനൻ താരമായി പ്രിയപ്പെട്ടവരുടെ മിശിഹ. കരിയറിലെ ആദ്യ ഹാട്രിക്, അതും 200-ാം മത്സരത്തിൽ. ലോകകപ്പിൽ അടിച്ചു ചേർത്ത ഗോളുകളുടെ എണ്ണം 16 അങ്ങനെ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം. അർജന്റീന ജേഴ്സിയിലെ 120-ാം ഗോൾ. അൾജീരിയക്കെതിരായ മത്സരത്തിൽ 5-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ അടിച്ചു, പക്ഷേ ഓഫ് സൈഡ്. പിന്നെ 17-ാം മിനിറ്റിൽ റോഡ്രിഗോ ഡി പോളിന്റെ മനോഹരമായ അസിസ്റ്റിൽ മെസ്സിയുടെ കാലുകളിലേക്ക് എത്തിയ പന്ത് അൾജീരിയൻ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചുകയറ്റി ഗോൾ വേട്ടയ്ക്ക് തുടക്കം. അൾജീരിയൻ കീപ്പർ ലൂക്കാസിദാൻ തട്ടിയകറ്റിയ മാക്കാലിസ്റ്ററിന്റെ ലോങ് റേഞ്ച് ഷോട്ടിലൂടെ റീബൗണ്ട് ചെയ്തെത്തിയ പന്ത് വലയിലെത്തിച്ച് 60-ാം മിനിറ്റിൽ വീണ്ടും മെസ്സി മാജിക്. പകരക്കാരനായി വന്ന നിക്കോ ഗോൺസാലസിന്റെ പാസിൽ നിന്ന് പോസ്റ്റിന്റെ കോർണറിലേക്ക് ഷോട്ടടിച്ച് 76-ാം മിനിറ്റിൽ ഹാട്രിക് തികച്ചു. ഹാട്രിക് മാത്രമല്ല, ഒരുപിടി റെക്കോർഡുകളോടുകൂടി കളം വിട്ട താരത്തിനായി കൈയടിക്കുകയായിരുന്നു സ്റ്റേഡിയം. ഒപ്പം ആദ്യ കളിയിലെ സ്വപ്നതുല്യമായ തുടക്കം ഇനിയും ആവർത്തിക്കണേ എന്ന പ്രാർത്ഥനയും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പിൽ ഏറ്റവും ആരാധകരുള്ള ടീമിലൊന്നാണ് പോർച്ചുഗൽ. ഗ്ലാമർ താരം നായകൻ റൊണാൾഡോയും 6 പതിറ്റാണ്ടിലേറെയായി ലോകകപ്പ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ലോക കിരീടം നേടാനാകാത്തതാണ് പറങ്കിപ്പടയുടെ ദുഃഖം. പോർച്ചുഗൽ ഇന്ന് രാത്രി 10:30 കോങ്കോയെ നേരിടും. കാൽപന്ത് കളിയുടെ സൗന്ദര്യം വീറും വാശിയുമേറിയ പോരാട്ടമല്ല. ഏതു വിധേനയും എതിരാളികളെ കീഴ്പ്പെടുത്താമെന്ന ചിലരുടെ ശൈലികൾക്ക് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കളി കാണാൻ ഒരു ഭംഗിയുമുണ്ടാകും. പുൽത്തകിടിയിലെ ചടുല നീക്കങ്ങളിലൂടെയുള്ള പ്രതിരോധവും മുന്നേറ്റവുമാണ് പോർച്ചുഗലിനെ മറ്റുള്ള ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. തലങ്ങും വിലങ്ങും അളന്നുകുറിച്ചുള്ള പാസുകളും ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റവുമാണ് പോർച്ചുഗലിന്റെ കളി കാണാൻ ഇത്ര ആരാധകരും ആവേശവും ഉണ്ടാകുന്നതും. കപ്പ് നേടുക എന്ന വലിയ ലക്ഷ്യത്തിനു മുമ്പ് ഓരോ മത്സരങ്ങളിലും മികവ് കാട്ടുക എന്നതാണ് പോർച്ചുഗലിന്റെ ലക്ഷ്യം. അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുക, പിന്നെ നോക്കൌട്ടിൽ മത്സരിക്കുക, ഒടുവിൽ ഫൈനൽ. അങ്ങനെയാണ് പോർച്ചുഗലിന്റെ ഇത്തവണത്തെ ലോകകപ്പിലെ അടവ് നയം. പോർച്ചുഗലിന് ഇക്കുറി 12 പേരാകും കളത്തിലുണ്ടാകുക. 12ാമൻ്റെ സാന്നിധ്യം പക്ഷേ കളത്തിലിറങ്ങുന്ന ആ 11 പേരുടെ കൈത്തണ്ടയിലാകും. ഡിയേഗോ ജോട്ടയുടെ ഓർമ്മകളിൽ ലോകകപ്പിനിറങ്ങുന്ന ടീം പോർച്ചുഗൽ അവരുടെ പ്രിയ താരത്തിൻ്റെ പേരെഴുതിയ ആംബാൻഡ് ധരിച്ചാവും കളത്തിലിറങ്ങുക. കഴിഞ്ഞ വർഷം ജൂലൈയിലെ കാറപകടത്തിലാണ് ജോട്ട മരിച്ചത്.
ഇക്കുറി ലോകകപ്പ് നേടാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമാണ് പോർച്ചുഗൽ. മധ്യനിരയാണ് അവരുടെ കരുത്ത്. ബെൽജിയത്തിന് ലോകകപ്പിൽ 3ാം സ്ഥാനം നേടിക്കൊടുത്ത പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിലാണ് ടീം പോർച്ചുഗൽ എത്തുന്നത്. നേഷൻസ് ലീഗ് നേടിയാണ് ടീമിന്റെ വരവ്. ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയിൽ നിന്ന് തുടങ്ങുന്നതാണ് പോർച്ചുഗലിന്റെ പടയൊരുക്കം. ന്യൂനോ മെൻഡസും ജോവോ കൺസലോയും പ്രതിരോധ കോട്ടയുടെ ഇരുവശങ്ങളിലും ഉണ്ടാകും. റൂബൻ ഡയസും ഇനാസിയോയും കോട്ടയുടെ ഹൃദയഭാഗത്തും നിലയുറപ്പിക്കും. മധ്യനിരകളിൽ ജോവോ നെവിസും ബ്രൂണോ ഫെർണാണ്ടസും വിറ്റിഞ്ഞയും ചെറുത്തുനിൽപ്പിന് ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ പെഡ്രോ നെറ്റോയും ബെർണാഡോ സിൽവയും റൊണാൾഡോയും അണിചേരും. നാൽപ്പത്തിയൊന്നാം വയസ്സിൽ തൻ്റെ കരിയറിലെ 6ാം ലോകകപ്പിനിറങ്ങുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പോർച്ചുഗൽ ടീമിനെ നയിക്കുന്നതും. 6 വ്യത്യസ്ത ടൂർണമെൻറ്റുകളിൽ കളിക്കുന്ന ആദ്യത്തെ ഫുട്ബോൾ താരമെന്ന ചരിത്ര നേട്ടവും ഇതിലൂടെ റൊണാൾഡോയ്ക്ക് സ്വന്തമാണ്. 5 ലോകകപ്പുകളിലായി 22 മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ 8 ഗോളുകളാണ് നേടിയത്. ഈ ലോകകപ്പോടെ കരിയറിന് വിരാമമിടാമെന്ന പ്രതീക്ഷയിലുമാണ് റൊണാൾഡോ. യൂറോ കപ്പും യുവേഫ നാഷൻസ് ലീഗ് കിരീടവും നേടിയിട്ടുണ്ടെങ്കിലും പോർച്ചുഗലിന് ഇതുവരെ ലോക കിരീടം നേടാനായിട്ടില്ല. 1966 പോർച്ചുഗൽ ആദ്യമായി ഫിഫ ലോകകപ്പിൽ പന്ത് തട്ടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.